തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചതിൽ അട്ടിമറിയെന്ന് സംശയം. അപകടം നടന്നതിന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അക്ഷയ് ചേരുകയാണ്. അക്ഷയ്, നമ്മൾ രാവിലെ വളരെയധികം ഞെട്ടലോടുകൂടിയായിരുന്നു ഈ ഒരു വാർത്തയെ അറിഞ്ഞത്. ആളപായമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു പരിസ്ഥിതി മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഈ ഒരു ചരക്ക് ട്രെയിനിന്റെ തീപിടുത്തം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ അപകടം നടന്നത് ഒരു അട്ടിമറിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമാണ് പുറത്തുവരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, ഇപ്പോൾ തിരുവള്ളൂർ ട്രെയിൻ അപകടത്തിൽ ഒരു അട്ടിമറി സാധ്യതയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ അപകടം നടന്ന് 100 മീറ്റർ അകലെ മാത്രമായി ഇപ്പോൾ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ഈ അപകടത്തിന് തൊട്ട് പിന്നാലെ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഉടൻ തന്നെ പോലീസും റെയിൽവേയും ചേർന്ന് സംയുക്തമായിട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ അപകടം നടന്നതിന് വെറും 100 മീറ്റർ അകലെ മാത്രമായിട്ട് ഒരു വിള്ളൽ ട്രാക്കിൽ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചരക്ക് ട്രെയിനിൻ്റെ ഒരു ബോഗി പാളം തെറ്റി മറിയുകയായിരുന്നു. ഈ ബോഗിയിൽ നിന്ന് തീ പടർന്ന് മറ്റ് ബോഗികളിലേക്ക് തീ വ്യാപിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ചരക്ക് ട്രെയിനിലെ ബോഗി പാളം തെറ്റാനായി ഉണ്ടായ സാഹചര്യം എന്താണ്, ഇതിന് കാരണം എന്താണ് എന്നാണ് റെയിൽവേ പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നതിന് 100 മീറ്റർ അകലെ മാത്രമായി ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നു എന്നുള്ള വാർത്തകളും കൂടി ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് 5 ബോഗികൾക്ക് മാത്രമാണ് തീ പിടിച്ചതെന്നാണ്. എന്നാൽ 10 ബോഗികളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. 10 ബോഗികൾ പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ സ്ഥലത്ത് മേഖലയിൽ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ഇതുവഴി പോകേണ്ടിയിരുന്ന ട്രെയിനുകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. മറ്റ് ചില ട്രെയിനുകൾ പാളത്തിൽ നിന്ന് മറ്റ് റൂട്ടിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മേഖലയിലെ ഇലക്ട്രിക് ലൈൻ പൂർണ്ണമായിട്ടും തകരാറിലായിരിക്കുകയാണ്. ഇതടക്കം ഇനി ഈ ലൈനുകളിലെ അടക്കം പ്രശ്നങ്ങൾ, തകരാറുകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം ഇനിയും റെയിൽവേ നടത്താനായിട്ടുണ്ട്. എന്തായാലും ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഈ അപകടം പുലർച്ചെ 5:30 നടക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ വലിയ തോതിലുള്ള പുകയും തീയും പ്രദേശത്തെ വ്യാപിച്ചതോടെ ആളുകളെല്ലാം സമീപ പ്രദേശങ്ങളിൽ നിന്നും റെയിൽവേ ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തെ തുടർന്ന് ചില ട്രെയിനുകളെല്ലാം യാത്രക്കാരുമായി പല സ്ഥലങ്ങളിലും പിടിച്ചിട്ടിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഈ ട്രെയിനുകളിലുള്ള യാത്രക്കാർ ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. ഇവർ പകുതി വഴിക്ക് യാത്രാമധ്യേ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അടിയന്തരമായിട്ട് ട്രെയിൻ റദ്ദാക്കേണ്ടി വന്ന സാഹചര്യം മൂലം പല യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങുന്ന സാഹചര്യം, ഇങ്ങനെ ഉള്ള വാർത്തകളാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരുന്നത്. എന്തായാലും അട്ടിമറി സാധ്യതയാണ് ഇപ്പോൾ ഇതിൽ സംശയിക്കുന്നത്. അപകട സ്ഥലത്തിന് 100 മീറ്റർ അകലെ മാത്രം ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ഇനിയും നടത്താനായിട്ട് ആവശ്യമുണ്ട്. റെയിൽവേ ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ തമിഴ്നാട്ടിൽ ഇതിനു മുന്നേയും അടുത്തിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമാണോ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ, ഈ അപകടത്തിന് പിന്നിലും അവരുടെ കരങ്ങളുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. 5 ബോഗികൾ കത്തിയെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ 10 ബോഗികൾ, ഈ ഡീസലുമായി പോയ 10 ബോഗികളാണ് കത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഡീസലുമായി പോയ ട്രെയിനിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. രാവിലെ ഇപ്പോൾ നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് പുക ഉയർന്ന സാഹചര്യമുണ്ട്. 10 ബോഗികൾ കത്തിയിട്ടുണ്ട്. ഈ ട്രെയിൻ മറിഞ്ഞതിന് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും തന്നെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? അതെ സിന്ധൂരി, ഈ അപകടം നടന്ന ഉടൻ തന്നെ റെയിൽവേയും പോലീസും ഇതിൽ കൃത്യമായി ഇടപെട്ടിരുന്നു. ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തായിട്ടെല്ലാം താമസിച്ചിരുന്ന ആളുകളെല്ലാം ഉടൻ തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു. കാരണം വലിയ തോതിലുള്ള പുകയാണ് പ്രദേശത്ത് ഉയർന്നത്. ഈ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വലിയ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായിട്ട് ആളുകളെല്ലാം ആ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇങ്ങോട്ട് വരുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ വലിയ അപകടമാണ് നടന്നത്. ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്താനും മറ്റും ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തരുത് എന്ന കൃത്യമായിട്ടുള്ള നിലപാട് പോലീസും റെയിൽവേയും അറിയിച്ചിരുന്നു. കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആളുകൾക്ക് ഇത് സംബന്ധിച്ച് യഥാസമയത്ത് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ആളുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള അപായവും സംഭവിച്ചിട്ടില്ല. ഈ ട്രെയിനിന് സംഭവിച്ച നാശം, അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ഗതാഗതം സ്തംഭിച്ചത് മൂലം യാത്രക്കാർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം. എന്തായാലും വലിയൊരു അട്ടിമറി ശ്രമമാണ് ഇപ്പോൾ ഒഴിവാക്കാനായത്. ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല. അട്ടിമറി ശ്രമം സംശയിക്കുന്നു. 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് സിന്ധൂരി. ഈ ഒരു വിള്ളൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു അട്ടിമറിയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്ഥലത്ത് ഇപ്പോഴും റെയിൽവേയുടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ?
അതെ, അല്പസമയം മുമ്പാണ് ഈ ട്രാക്കിന് 100 മീറ്റർ അകലെ മാത്രം അപകട സ്ഥലത്തിന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ റെയിൽവേ അധികൃതരും പോലീസും ചേർന്ന് നടത്തുന്നത്. RPF അടക്കം സ്ഥലത്തുണ്ട്, കൃത്യമായിട്ട് ട്രാക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ ഞാൻ പറഞ്ഞതുപോലെ വൈദ്യുതി ലൈൻ അടക്കം പൂർണ്ണമായി ഈ തീപിടുത്തത്തിൽ തകരാറിലായിട്ടുണ്ട്. ഇതടക്കം പരിശോധിക്കുകയാണ്. ഇപ്പോഴും കൃത്യമായിട്ട് ഈ വിള്ളലാണോ, ഇത് വിള്ളൽ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു, ഇത് മനഃപൂർവ്വം ആരെങ്കിലും ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടി ഈ ട്രാക്കിൽ കേടുപാടുകൾ വരുത്തിയതാണോ എന്നതടക്കം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസും റെയിൽവേയും ചേർന്ന് പരിശോധിച്ച് ഇതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു.